ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് 2-3 കാര്യങ്ങൾ ആദ്യം ചെയ്തെടുക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. 1 കിലോ മത്തി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ 2-3 അല്ലി കുടംപുളി 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഈ കറിക്ക് ആകെ എടുക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ വെള്ളം എടുക്കുന്നില്ല. ഇത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം എടുത്തത്. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളിയും ഒരു വലിയ ഉള്ളിയുടെ പകുതിയും വെള്ളം ചേർക്കാതെ പേസ്റ്റാക്കി എടുക്കുക. ഇനി അതും ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനിയെല്ലാം വളരെ ഈസിയാണ്. ഒരു മൺചട്ടി ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അതിലേക്ക് കടുക്, ഉലുവ, ഉഴുന്നുപരിപ്പ്, പെരുംജീരകം എല്ലാം ഇട്ട് പൊട്ടിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. ഇതെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് 10-12 ചുവന്നുള്ളി മുഴുവനോടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്യണ്ട. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം നന്നായിട്ട് തന്നെ വാടിയിട്ട് വരണം. ആ വെളുത്തുള്ളീൻ്റെ റോസ്മെല്ലെല്ലാം മാറിക്കിട്ടണം. അത്രയും നേരം ഇത് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി എല്ലാം മുഴുവനോടെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വാടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇനി അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ടാക്കിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം ഉടഞ്ഞു വരണം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. മീനിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. കറിക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ വഴറ്റിയെടുക്കുക. എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്ന വരെ അത് വഴറ്റിയെടുക്കണം, എന്നെങ്കിലാണ് അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറി കിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കുടംപുളി, സ്പൈസ് പൗഡർ എല്ലാം ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആ പുളിയും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. തിളച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന ആ ടൈമിലാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാ മീനും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ മീൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീനും മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം പോലായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് വെള്ളം ഓവറായി പോവണ്ട. പിന്നെ ഈ കറി തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് കൂടുക. അതിൻ്റെ എരിവും പുളിയും എല്ലാം അതിൽ പിടിച്ച് കിട്ടുക അപ്പോഴാണ്. അപ്പോൾ ഇൻഷാ അല്ലാ, താങ്ക് യു സോ മച്ച് വാച്ചിങ്. വിൽ ബി ബാക്ക് അനദർ വീഡിയോ.